Poisson distribution, where to apply, and some problems related to Poisson distribution. Where to apply Poisson distribution. Poisson distribution ഏത് കേസിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. n ലാർജ് ആയിരിക്കണം. പി വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും ചെറുതായിരിക്കണം, അതായത് നിയർ ടു 0 ഓർ 0 എന്ന് തന്നെ പറയാം. ദെൻ ഫെയിലിയർ ഇസ് വെരി ഹൈ. ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വലുതായിരിക്കണം. ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്ന ചില പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് പറയാം. ഒന്ന്, ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് അറൈവിങ് അറ്റ് എ ടെലിഫോൺ സ്വിച്ച് ബോർഡ് ഇൻ യൂണിറ്റ് ടൈം. ഒരു ടെലിഫോൺ സ്വിച്ച് ബോർഡിൽ യൂണിറ്റ് ടൈമിൽ വരുന്ന ടെലിഫോൺ കോൾസിൻ്റെ നമ്പർ. സെക്കൻഡ് വൺ, ടു കൗണ്ട് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവിങ് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ് പെർ അവർ. ഒരു മണിക്കൂറിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം. ദെൻ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഡിഫെക്ട്സ് പെർ യൂണിറ്റ് ഓഫ് എ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നെക്സ്റ്റ് വൺ, ടു കൗണ്ട് ദ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻസ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. ഫിസിക്സിലും പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, ടു കൗണ്ട് ദ നമ്പർ ഓഫ് ബാക്ടീരിയാസ് പെർ യൂണിറ്റ് ബയോളജിയിൽ. Then to count the number of defective materials like pins, blades, etc. in a packing of manufactured goods by a business concern. Next one, to count the number of casualties, അതായത് death due to rare diseases such as heart attack in a year. The next one, to count the number of accidents taking place on a busy road. നമ്മൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഏറ്റവും റെയർ ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുന്നേ ആൻറ്റി ലോഗറിതം കാണാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷനിൽ e⁻m എന്ന് പറയുന്ന ഒരു ടേം കണ്ടുപിടിക്കാൻ ആൻറ്റി ലോഗറിതം ആവശ്യമാണ്. e⁻m is equal to 1 divided by ആൻറ്റി ലോഗ് ഓഫ് m into log e എന്നാണ്. ആൻറ്റി ലോഗറിതം എന്ന് പറയുന്നത് ലോഗറിതത്തിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇഫ് ലോഗ് y to the base b is equal to x, then y is equal to anti-log of x. ഇത് നമുക്ക് ന്യൂമറിക്കൽ എക്സാമ്പിൾ വഴി ഒന്ന് പറയാം. ഇപ്പോൾ 10 സ്ക്വയർ 100 ആണെന്ന് നമുക്കറിയാം. 10 സ്ക്വയർ is equal to 100 എന്ന് നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫോമിലാണ് എഴുതിയേക്കുന്നത്. ഇനി അതിനെ നമുക്ക് എങ്ങനെ ലോഗറിതമിക് ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം നോക്കാം. അതായത് 10 raised to ഏത് പവറാണ് 100 നമുക്ക് തരുന്നത്, അതാണ് ലോഗറിതം. log 100 to the base 10 is equal to 2. ഇനി അതുപോലെ 2 cube is equal to 8. ഇതിനെ ലോഗറിതമിക് ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ log 8 to the base 2 is equal to 3. അതായത് 2 raised to ഏത് പവറാണ് നമുക്ക് 8 തരുന്നത്. ലോഗറിതം ഓഫ് 100 2 ആണെങ്കിൽ ആൻറ്റി ലോഗറിതം ഓഫ് 2 ആണ് 100 എന്ന് പറയുന്നത്. ജസ്റ്റ് ദ റിവേഴ്സ് പ്രോസസ്സ്. അതുപോലെ ലോഗറിതം ഓഫ് 8 3 ആണെങ്കിൽ ആൻറ്റി ലോഗ് ഓഫ് 3 എന്ന് പറയുന്നത് 8 ആണ്. ഇനി നമുക്ക് ആൻറ്റി ലോഗറിതം എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഒരു നമ്പർ കൺസിഡർ ചെയ്യുക, 2.6452. ഈ നമ്പറിന് 2 പാർട്ടുണ്ട്. ഒന്ന് ക്യാരക്ടറിസ്റ്റിക് പാർട്ടും ഒന്ന് മാൻറ്റിസ പാർട്ടുമാണ്. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പാർട്ട് എന്ന് പറയുന്നത് നമ്പറിൻ്റെ ഇൻറ്റിജർ പാർട്ടാണ്. ഇവിടെ അത് 2 ആണ്. ഇനി മാൻറ്റിസ പാർട്ട് എന്ന് പറയുന്നത് ഡെസിമൽ പാർട്ടാണ്. ഇറ്റ് ഈസ് 0.6452. അപ്പോൾ നമ്മൾ മാൻറ്റിസ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഈ ആൻറ്റി ലോഗറിതം ടേബിൾ വെച്ച് കണ്ടുപിടിക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത് ആൻറ്റി ലോഗറിതം ടേബിളിൻ്റെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ടേബിളിൽ 0.00, 0.01, 0.02 എന്ന് കാണിക്കുന്ന റോസ് ഉണ്ട്. അത് 0.99 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ഫസ്റ്റ് പേജും പിന്നെ നമുക്ക് എക്സാമ്പിളിന് ആവശ്യമായിട്ടുള്ള ഒരു പേജ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ കോളംസ് 0 to 9 കാണിക്കുന്ന കോളമുണ്ട്. അതുപോലെ മീൻ ഡിഫറൻസസ് കാണിക്കുന്ന 1 to 9 വരെയുള്ള കോളംസും ഇതിൽ ഉണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പം ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് മാൻറ്റിസ പാർട്ടാണ്, അതായത് 0.6452. അപ്പോൾ ആൻറ്റി ലോഗറിതം കാണാൻ നിങ്ങൾ ആദ്യം ഈ മാൻറ്റിസ പാർട്ടിലെ ഫസ്റ്റ് 2 ഡിജിറ്റുകളാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 0.64 ആണ്. അപ്പോൾ നമ്മൾ റോസിൽ 0.64 എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാമ്പിളിലുള്ള 0.64 കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് ഏതാണ്? 5 ആണ്. അത് കഴിഞ്ഞിട്ട് 2. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ 0.64 എന്ന് പറയുന്ന റോയ്ക്ക് നേരെ വരുന്ന കോളം 5ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. ഞാൻ അവിടെ ഒരു സ്റ്റാർ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ആദ്യം 0.64 എന്ന് പറയുന്ന റോ നോക്കുക. അതിനുശേഷം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 5 എന്ന് എഴുതിയേക്കുന്ന കോളമിലെ
നമ്പർ ഏതാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 4416 എന്ന് പറയുന്ന നമ്പർ കിട്ടും. നിങ്ങൾ നോക്കേണ്ടത് ആ സെയിം റോയിൽ തന്നെ, അതായത് 0.64 എന്ന് പറയുന്ന റോയിൽ തന്നെ ഇൻഡിഫറൻസ് കോളത്തിൽ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ നോക്കുക. ഇവിടെ ഞാനൊരു സ്റ്റാർ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഡിജിറ്റ് ഇസ് 2 അല്ലേ? അതിന് വാല്യൂ കറസ്പോണ്ടിങ് ടു ദിസ് ഇസ് 2. ഇനി നമുക്ക് കിട്ടിയ ഈ രണ്ട് വാല്യൂസ്, അതായത് 4416ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 4418 എന്ന് കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഡെസിമൽ പോയിന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഡിജിറ്റിൽ എവിടെയാണ് നമ്മൾ ഡെസിമൽ പോയിന്റ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. പിന്നെ നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് പാർട്ടിലുള്ള നമ്പറിൻ്റെ വാല്യൂ നോക്കുക. എത്രയാണ്? 2 ആണ്. ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ 1ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 + 1 = 3. അതായത് നിങ്ങൾക്ക് കിട്ടിയ ആൻസറിൽ 3 ഡിജിറ്റിന് ശേഷമാണ് നിങ്ങൾ ഡെസിമൽ പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 4418 ആണ്. അപ്പം നമ്മൾ എവിടെയാണ് ഡെസിമൽ പോയിന്റ് ഇടേണ്ടത്? 441.8. 3 ഡിജിറ്റ് മാറിയിട്ടാണ് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 441.8 ആണ്. സോ ദ ആൻറ്റിലോഗ് വാല്യൂ ഓഫ് 2.6452 ഇസ് 441.8. ഇനി നമുക്ക് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലംസ് നോക്കാം. If 3% of electric bulbs manufactured by a company are defective, find the probability that in a sample of 100 bulbs, exactly 5 are defective. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അപ്പോൾ ഒരു മാനുഫാക്ചേർഡ് പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് ഡിഫെക്ട്സ് പെർ യൂണിറ്റ് ഒക്കെയാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ അതിൽ തീർച്ചയായിട്ടും പോയ്സൺ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിലൊക്കെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ വേറെ ഏതൊക്കെ കണ്ടീഷൻ ആകുമ്പോഴാണ് നമ്മൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്? n ലാർജ് ആകുകയും അതുപോലെ പി വാല്യൂ എന്ന് പറയുന്നത് 0 അടുത്ത് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് പോയ്സോൺ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കേസുകളിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയ്സോണിലേക്ക് മാറുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടുത്തെ n നോക്കുമ്പോൾ n = 100 ആണ്. അപ്പോൾ ബൈനോമിയലിൽ n ഒരു 30 ഒക്കെ വരെയാണ് നമ്മൾ ബൈനോമിയലായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ n = 100 ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുപോലെ നമുക്കിനി പി വാല്യൂ നോക്കുമ്പോൾ പി വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.03 ആണ്. അതായത് 3% ഇലക്ട്രിക് ബൾബുകളാണ് ഡിഫക്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ 3%-നെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.03 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ബൾബ് ഫ്രം ദ സാമ്പിൾ ഇസ് 0.03. ഈ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. ഒരു സിംഗിൾ ട്രയലിൽ നമുക്ക് കിട്ടുന്ന സക്സസിൻ്റെ പ്രോബബിലിറ്റിയാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇവിടെ ഡിഫക്റ്റീവ് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് സക്സസ് ആവുന്നതെന്ന്. സക്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് കിട്ടാൻ, അതാണ് സക്സസ്. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താ? 100 ബൾബുകളിൽ 5 എണ്ണം ഡിഫക്റ്റീവായിട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫക്റ്റീവ് ബൾബ് ഫ്രം ദ സാമ്പിൾ എന്ന് പറയുന്നത് സക്സസ് ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് P = 0.03 എന്ന് കിട്ടും. സിൻസ് P is small and N is large, we assume Poisson distribution. ഇനി നമുക്ക് M ആണ് കണ്ടുപിടിക്കേണ്ടത്. M is the mean. M = NP ആണെന്നറിയാം. അപ്പോൾ N-ഉം അറിയാം, P-യും അറിയാം. അങ്ങനെയാണെങ്കിൽ M നമുക്ക് കണ്ടുപിടിക്കാം. സോ 100 × 0.03 ചെയ്യുമ്പോൾ നമുക്ക് mean = 3 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടുത്തെ X എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? X = 5 ആണ്. അതായത് 100 ബൾബുകളിൽ 5 എണ്ണം ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എക്സാക്ട്ലി 5 ഡിഫക്റ്റീവ് ബൾബ്സ്, X = 5 ആണ്. ഇനി നിങ്ങൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുക. e⁻m m⁻x / x ഫാക്ടോറിയൽ. e⁻m കണ്ടുപിടിക്കുന്ന ഫോർമുല 1 / ആൻറ്റിലോഗ് ഓഫ് m × log e ആണ്. ലോഗ് ഇക്ക് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്. ഇറ്റ് ഇസ് 0.4343. അപ്പം നമ്മൾ ആൻറ്റിലോഗ് ഓഫ് 3 × 0.4343 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ 3 × 0.4343 ചെയ്യുക. അപ്പോൾ നമുക്ക് 1.3029 എന്ന് കിട്ടും. ഈ 1.3029ൻ്റെ ആൻറ്റിലോഗാണ് നിങ്ങൾ കാണേണ്ടത്. ആൻറ്റിലോഗ് ഓഫ് 1.3029 മുകളിൽ കാണുന്ന ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് 20.08 എന്ന് കിട്ടും. ഇവിടെ ആൻറ്റിലോഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ മാൻഡിസ പാർട്ട് നോക്കുക. മാൻഡിസ പാർട്ട് എന്ന് പറയുന്നത് 0.3029 ആണ്. അപ്പോൾ ഏത് റോയാണ് നോക്കേണ്ടത്? 0.30 എന്ന് പറയുന്ന റോയിൽ നോക്കുക. അതിൽ കോളം 2ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂവും ഡിഫറൻസ് കോളത്തിൽ
കോളം 9 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ നോക്കുക. ഈ രണ്ട് വാല്യൂസും തമ്മിൽ ആഡ് ചെയ്യുക. നമ്മൾ ഡെസിമൽ പോയിന്റ് എവിടെ ഇടുന്നു എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ക്യാരക്ടറിസ്റ്റിക് വാല്യൂ നോക്കുക. ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. 1ൻ്റെ കൂടെ 1ഉം കൂടെ കൂട്ടുക. അപ്പം നമുക്ക് 2 കിട്ടും. അപ്പം നമ്മൾ ആൻസറിൽ 2 ഡിജിറ്റ് മാറ്റിയാണ് പോയിന്റ് കൊടുക്കേണ്ടത്. നമുക്ക് 2008 എന്നാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ 2 ഡിജിറ്റ് മാറ്റി ഡെസിമൽ കൊടുക്കുക. 20.08 എന്ന് കിട്ടും. ആൻഡ് 1 ഡിവൈഡഡ് ബൈ 20.08 ഈസ് ഈക്വൽ ടു 0.0498. അപ്പോൾ e⁻m വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഫംഗ്ഷനിലുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുക. 0.0498 ഇൻറ്റു 3⁵ ആണ്. 3⁵ എന്ന് പറയുന്നത് 243 ആണ്. ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എങ്ങനെ കാണും? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. മുന്നേയുള്ള വീഡിയോസിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എക്സ് വരെയുള്ള അല്ലെങ്കിൽ എക്സും കൂടെ കൂട്ടിയിട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 തൊട്ട് 5 വരെയുള്ള അല്ലെങ്കിൽ 5ഉം കൂടെ കൂട്ടണം. 1 തൊട്ട് 1 2 3 4 5 ഇത്രയും നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. 4ൻ്റെ ആണെങ്കിൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 2ൻ്റെ ഫാക്ടോറിയൽ ആണെങ്കിൽ 2 ഇൻറ്റു 1. സോ ഫാക്ടോറിയൽ ഓഫ് 5 ഇസ് 120. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.1008 എന്ന് കിട്ടും. Therefore, probability of selecting exactly 5 defective bulbs is equal to 0.1008. The question നോക്കാം. It is known from past experience that in a certain plant there are on the average 4 industrial accidents per month. Find the probability that in a given year there will be less than 3 accidents. Assume Poisson distribution. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടതെന്ന്. ഈ ക്വസ്റ്റ്യനിൽ എന്നോ പിയോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷേ അതിന് പകരം മീൻ ഡയറക്റ്റ് തന്നേക്കുകയാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓൺ ദ ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് പെർ മന്ത് എന്നാണ്. ഒരു മാസം ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് എങ്കിലും ഉണ്ടാകുന്നു. ആവറേജ് എന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ m is equal to 4. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? പ്രോബബിലിറ്റി ദാറ്റ് ദർ വിൽ ബി ലെസ് ദാൻ 3 ആക്സിഡൻറ്റ്സ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ ലെസ് ദാൻ 3 ആണ്. ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? എക്സ് ഇസ് ഈക്വൽ ടു 0 വരാം, എക്സ് ഇസ് ഈക്വൽ ടു 1 വരാം, 2 വരാം. ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ 3യോ അല്ലെങ്കിൽ 3നേക്കാട്ടിലും അബോവ് വാല്യൂസോ വരാൻ പാടില്ല. സോ എക്സ് ഇസ് ഈക്വൽ ടു 0, 1 ആൻഡ് 2. ഇവിടെ നിങ്ങൾ e⁻m വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ e⁻4 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ആൻറ്റി ലോഗ് ഓഫ് 4 ഇൻറ്റു ലോഗ് ഇ ചെയ്യണം. അപ്പോൾ നമുക്ക് e⁻m വാല്യൂ 0.01832 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കാണണം, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 കാണണം, ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 കാണണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ e⁻4ൻ്റെ വാല്യൂ നമുക്കറിയാം 0.01832 ഇൻറ്റു 4⁻0 ആണ്. അതായത് m⁻x എന്നല്ലേ നമ്മുടെ ഫംഗ്ഷനിൽ വരുന്ന ആ ഒരു ടേം ഉള്ളത്. അപ്പോൾ 4⁻0 ആണ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 0 ഫാക്ടോറിയൽ. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. e⁻4ൻ്റെ സെയിം വാല്യൂ തന്നെയാണ്. പിന്നെ m⁻x ആണ്, m4 ആണ്. എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ 1 ഫാക്ടോറിയൽ ആണ്. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. അവിടെയും e⁻4ൻ്റെ വാല്യൂ നമുക്കറിയാം. പിന്നെ അടുത്തത് m⁻x എന്ന് പറയുമ്പോൾ 4⁻2 ആണ്. അവിടെ x 2 അല്ലേ? അപ്പോൾ 4⁻2 ആണ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇവിടെ 2 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 0.23816 എന്ന് കിട്ടും. Therefore, the probability that there will be less than 3 accidents in a year is equal to 0.23816. റൗണ്ട് ചെയ്ത് നമുക്ക് 0.2382 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ. In a town, 10 accidents takes place in the span of 100 days. Assuming that the number of accidents follows Poisson distribution, find the probability that there will be 3 or more accidents in a day. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് m ആണ്. പക്ഷേ ഇവിടെ മീനെന്നോ ആവറേജ് എന്നോ പറഞ്ഞൊന്നും
കാണുന്നില്ല. അതിന് പകരം 10 ആക്സിഡൻറ്റ്സ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്പാൻ ഓഫ് 100 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 100 ദിവസം 10 ആക്സിഡൻറ്റുകളാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ശരാശരി ആക്സിഡൻറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? 10 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.1. ഇനി ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി ദാറ്റ് ദെയർ വിൽ ബി 3 or more ആക്സിഡൻറ്റ്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താണോ വേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്, അതാണ് നമ്മൾ സക്സസ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫെയിലിയർ എന്തായിരിക്കും? പ്രോബബിലിറ്റി ദാറ്റ് ദെയർ വിൽ ബി ലെസ് ദാൻ 3 ആക്സിഡൻറ്റ്സ്. അപ്പോൾ ഈ രണ്ട് പ്രോബബിലിറ്റീസും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 1 കിട്ടും. P+Q എന്ന് പറയുന്നത് 1 ആണ്. അതായത് പ്രോബബിലിറ്റി that there will be 3 or more accidents plus probability that there will be less than 3 accidents എന്ന് പറയുന്നത് it is equal to 1 ആണ്. അങ്ങനെയാണെങ്കിൽ probability that there will be 3 or more accidents എന്ന് പറയുന്നത് 1 minus probability that there will be less than 3 accidentsന് തുല്യമായിരിക്കും. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ആൻസറിലേക്ക് വരാം. പ്രോബബിലിറ്റി ദാറ്റ് there will be 3 or more accidents is equal to 1 minus probability of x is equal to 0, 1 or 2. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കണ്ടുപിടിക്കണം. അതായത് 0 ആക്സിഡൻറ്റ്സ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആക്സിഡൻറ്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, അതായത് 2 ആക്സിഡൻറ്റുകൾ. ഇനി e⁻⁻m വാല്യൂ കണ്ടുപിടിക്കുക. e⁻−0.1 വാല്യൂ എന്ന് പറയുന്നത് 0.9048 ആണ്. ഇത് നമുക്ക് ഓരോന്നിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻−0.1 ഇൻറ്റു m⁻x അല്ലേ. അപ്പം m എന്ന് പറയുന്നത് 0.1 ആണ്, raised x എന്ന് പറയുമ്പോൾ 0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.9048. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യും? e⁻−0.1 ഇൻറ്റു 0.1 ആണ്. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലേ, ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ഫാക്ടോറിയൽ. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.09048 എന്ന് കിട്ടും. ഇനി അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ചെയ്യുക. അത് ചെയ്യുമ്പോൾ 0.04524 എന്ന് കിട്ടും. ഇനി ഈ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0.9998 എന്ന് കിട്ടും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഈ കിട്ടുന്ന വാല്യൂ ഒരിക്കലും 1ന് മുകളിൽ പോകാൻ പാടില്ല. കാരണം P+Q എന്ന് പറയുന്നതാണ് ഇസ് ഈക്വൽ ടു 1. ഇനി ചെയ്യേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ദെർ വിൽ ബി 3 or more accidents is equal to 1 minus 0.9998 which is equal to 0.0002. ഈ 0.9998ഉം ഇപ്പം നമുക്ക് കിട്ടിയ 0.0002 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടണം. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബിറ്റ്വീൻ ദ hours of 2 and 4 PM the average number of phone calls per minute coming into the switchboard of a company is 2.5. Find the probability that during one particular minute there will be no phone call at all, exactly 3 calls, at least 5 calls. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ നേരത്തെ കുറച്ച് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് പഠിച്ചിരുന്നു, എവിടെയൊക്കെ നമ്മൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യണം എന്നുള്ളത്. അതിൽ പറഞ്ഞിട്ടുണ്ട് ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഫോൺ കോൾസ് അറൈവിങ് അറ്റ് ദ ടെലിഫോൺ സ്വിച്ച് ബോർഡ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ടെലിഫോൺ സ്വിച്ച് ബോർഡിൽ വരുന്ന ടെലിഫോൺ കോൾസിൻ്റെ എണ്ണമൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഒരു കമ്പനിയുടെ സ്വിച്ച് ബോർഡിൽ വരുന്ന ആവറേജ് നമ്പർ ഓഫ് ഫോണുകളുടെ എണ്ണം പെർ മിനിറ്റ് വരുന്നതാണ് 2.5 എന്ന് പറയുന്നത്. വി ഷുഡ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഡ്യൂറിങ് വൺ പെർട്ടിക്കുലർ മിനിറ്റ്, ഒരു മിനിറ്റിൽ ഒരു ഫോൺ കോൾസും വരുന്നില്ല, നോ ഫോൺ കോൾസ് അറ്റ് ഓൾ. രണ്ടാമത്തെ കേസ് എക്സാക്ട്ലി 3 കോൾസ്, 3 കോൾസാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ അറ്റ്ലീസ്റ്റ് 5 കോൾസ്, അതായത് 5 കോളെങ്കിലും വരുന്നു. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 5 എങ്കിലും എന്നുള്ളതാണ് ഇവിടെ. അതായത് 5 അതിൽ കൂടുതലോ ആകാം, കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷേ മിനിമം അവിടെ 5 എന്നുള്ളത് വേണം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ e⁻²ൻ്റെ വാല്യൂവും e⁻−0.5ൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ മീൻ എന്ന് പറയുന്നത് 2.5 ആണ്. ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ദ ആവറേജ് നമ്പർ ഓഫ് ഫോൺ കോൾസ് കമ്മിങ് ടു ദ സ്വിച്ച് ബോർഡ് ഇസ് 2.5. ആവറേജ് എന്ന് കണ്ടാൽ അതെന്താണ്? മീനാണ്.
2.5 എം ആണ് 2.5 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് e⁻²-2.5ൻ്റെ വാല്യൂ ആയിരുന്നു തരേണ്ടത്. പക്ഷെ തന്നേക്കുന്നത് എന്താ, e⁻²-2ഉം e⁻−0.5ഉം ആണ്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് e⁻²-2.5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 0.0820 എന്ന് കിട്ടും. ഇനി ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുക. ആദ്യം എന്താ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്, അതായത് നോ ഫോൺ കോൾ അറ്റ് ഓൾ. ഒരു മിനിറ്റിൽ ഒരു ഫോൺ കോളും വരുന്നില്ല, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇസ് ഈക്വൽ ടു e⁻²-2.5 ഇൻറ്റു 2.5 എക്സ് 0 ആണ്, അതുകൊണ്ടാണ് 0 വന്നേക്കുന്നത്, ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.0820 എന്ന് കിട്ടും. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3, അതായത് 3 ഫോൺ കോൾസ് എങ്കിലും വരണം, എങ്കിലും നല്ല എക്സാക്ട്ലി 3 വരാനുള്ള സാധ്യത. അപ്പോൾ e⁻² ഇൻറ്റു 2.5 ആണ്, കാരണം എക്സ് ഇസ് ഈക്വൽ ടു 3 ആണ്, ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ, ഇറ്റ് ഇസ് ഈക്വൽ ടു 0.2135. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 5 കോൾസ് ആണ്, അതായത് 5 കോൾ എങ്കിലും എന്നാണ്, 5 മിനിമം കിട്ടിയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്ത മെത്തേഡാണ് നല്ലത്, 1 - പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ചെയ്താൽ മതി. ഇവിടെ 5 കോൾസ് കിട്ടുന്നതാണ് ഇവിടുത്തെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയിലിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 കോൾ കിട്ടുന്നില്ല എന്നുള്ളത്. 5 കോൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഏത് വരെ ആകാം, 4 വരെയാണ്, 0 ആകാം, 1 ആകാം, 2, 3, 4 ഇത്രയും വരെ ആകാം. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, പിന്നെ 1, 2, 3, 4. അതിനുശേഷം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, 1ൽ നിന്ന് ഈ കിട്ടുന്ന വാല്യൂ കുറയ്ക്കുക. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇതുപോലെ ഒരെണ്ണം ചെയ്തല്ലോ, അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ആദ്യം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ചെയ്യുമ്പോൾ നമുക്ക് 0.205 കിട്ടും. ദെൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ചെയ്യുമ്പോൾ 0.2562 കിട്ടും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ദെൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 ചെയ്യുമ്പോൾ നമുക്ക് 0.1334 കിട്ടും. ഇതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, എല്ലായിടത്തും e⁻²-2.5ൻ്റെ വാല്യൂ ഒന്ന് തന്നെയാണ്. പിന്നെ ആകെ വ്യത്യാസം വരുന്നത് എക്സിൽ മാത്രമേ ഉള്ളൂ, അതായത് 2.5⁻1 ആണ് ആദ്യത്തെ കേസിൽ വരുന്നത്, ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. രണ്ടാമത്തെ കേസിൽ വരുന്നത് 2.5⁻2, അതുപോലെ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. എക്സ് ഇസ് ഈക്വൽ ടു 4 വരുമ്പോൾ 2.5⁻4 വരും, ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. ഇനി ഈ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 0.8901 കിട്ടും. അത് കഴിഞ്ഞിട്ട് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 5 കോൾസ് ഇസ് ഈക്വൽ ടു 1 - ഈ കിട്ടിയ വാല്യൂ ചെയ്യുക, ഇറ്റ് ഇസ് ഈക്വൽ ടു 0.1099, വിച്ച് ഇസ് ഈക്വൽ ടു 0.11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് 500 items selected for inspection, 0.2% are found to be defective. Find how many lots will contain exactly no defective items if there are 1000 lots. ക്വസ്റ്റ്യനിൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഒരു മാനുഫാക്ചർഡ് പ്രോഡക്റ്റിൻ്റെ ഡിഫക്റ്റീവ് ഐറ്റംസ് ഒക്കെ കണ്ടുപിടിക്കാൻ, ഇത്ര പെർസെൻറ്റേജ് ഡിഫക്റ്റീവ് ആണെന്നൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. 500 items ഇൻസ്പെക്ട് ചെയ്തപ്പോൾ അതിൽ 0.2% ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1000 ലോട്ട്സ് എടുക്കുമ്പോൾ അതിൽ ഒരു ഡിഫക്റ്റീവും ഇല്ലാത്ത എത്ര ലോട്ട്സ് ആണുള്ളതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൗ മെനി ലോട്ട്സ് വിൽ കണ്ടെയ്ൻ എക്സാക്ട്ലി നോ ഡിഫക്റ്റീവ് ഐറ്റംസ്. ഇവിടെ നമുക്ക് മീൻ അല്ലെങ്കിൽ ആവറേജ് ഡയറക്റ്റ് തന്നിട്ടില്ല, എം ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടില്ല. പക്ഷേ എം കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള എന്നും പിയും, എം ഈസ് ഈക്വൽ ടു എൻ പി ആണെന്ന് നമുക്കറിയാം. അപ്പം എന്നും പിയും ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നും പിയും നമുക്കിതിൽ തന്നിട്ടുണ്ട്. എൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിളാണ് എൻ. അപ്പോൾ ഇവിടെ 500 items ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. സോ 500 ഇസ് ദ എൻ ഹിയർ. ഇനി പി എങ്ങനെ കണ്ടുപിടിക്കും? പി എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് ഇവിടെ സക്സസ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് തന്നിട്ടുണ്ട് 0.2%, അത് തന്നെയാണ് പി. അപ്പോൾ പി 0.2% ആണ്. അതിനെ നമുക്ക് 0.2/100 ചെയ്യുമ്പോൾ 0.002 എന്ന് കിട്ടും. ഇനി എം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 500 × 0.002 ചെയ്താൽ മതി, ഇറ്റ് ഇസ് ഈക്വൽ ടു 1. എം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഫംഗ്ഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്യാം. e⁻⁻1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.3679 ആണ്. സോ 0.3679 × m⁻0.
എന്ന് പറയുന്നത് 1 ആണ്. സോ ഇൻറ്റു 1⁻0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.3679. അപ്പം ഏത് നമ്പർ റേസ് ടു 0യും 1 ആണ്. അതുപോലെ 0 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1. അപ്പം നമുക്ക് 0.3679 എന്ന് തന്നെ കിട്ടും. ഇനി ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി അല്ല ചോദിച്ചേക്കുന്നത്, ഹൗ മെനി ലോട്ട്സ് വിൽ കണ്ടെയ്ൻ എക്സാക്ട്ലി നോ ഡിഫക്റ്റീവ് ഐറ്റംസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് എന്താണ്? അതിൻ്റെ പ്രോബബിലിറ്റി ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അതായത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും കിട്ടാത്ത എത്ര ലോട്ട്സ് ഉണ്ടാവും എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റിയാണ്. ഇനി ലോട്ട്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾക്ക് കിട്ടിയ P ഇൻറ്റു 1000 ചെയ്താൽ മതിയാവും. 1000 ലോട്ട്സ് ആണ് മൊത്തമുള്ളത്. അപ്പോൾ 1000 ഇൻറ്റു P ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 368 എന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് ദ നമ്പർ ഓഫ് ലോട്ട്സ് കണ്ടെയ്നിങ് നോ ഡിഫക്റ്റീവ് ഐറ്റംസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് മീൻ ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് 1.5 ഫൈൻഡ് മോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് m ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ m. മെഷർ ഓഫ് കർട്ടോസിസ് 3 + 1 ഡിവൈഡഡ് ബൈ m. മോഡ് കണ്ടുപിടിക്കാൻ വെൻ m is an integer, m and m minus 1 are model values. When m is not an integer, mod is the integral part of m. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. അപ്പം m ഒരു ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ m-ഉം m-1 ആണ് അതിൻ്റെ മോഡൽ വാല്യൂസ്. ഫോർ എക്സാമ്പിൾ വെൻ m is equal to 3, m 3 ആണെങ്കിൽ അതിൻ്റെ മോഡൽ വാല്യൂസ് 3-ഉം അതുപോലെ 3 - 1 2 ആയിരിക്കും. m 3.5 ആണെങ്കിൽ മോഡെന്ന് പറയുന്നത് 3 ആണ്. അതായത് ഇൻറ്റിജർ പാർട്ടിലെ വാല്യൂ എന്താണോ അതാണ് അവിടുത്തെ മോഡ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് മീൻ ആണ്. മീൻ ഈസ് ഈക്വൽ ടു 1.5 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് മോഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ തന്നേക്കുന്നത് ഒരു ഇൻറ്റിജർ അല്ല. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഒരു 0 1 2 3 4 അങ്ങനെയുള്ളൊരു നമ്പറാണ്. ഇവിടെ 1.5 ആണ്. അതൊരു ഇൻറ്റിജർ അല്ല. അപ്പോൾ ഇൻറ്റിജർ ആവാത്ത സ്ഥിതിക്ക് മോഡെന്ന് പറയുന്നത് ഈ തന്നേക്കുന്ന നമ്പറിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ്. അതായത് ഇൻറ്റിജർ പാർട്ടാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ ഇൻറ്റിജർ പാർട്ട് ഏതാണ്? 1 ആണ്. അതുകൊണ്ട് മോഡ് ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് m ആണ്. സോ റൂട്ട് ഓഫ് 1.5 ഇസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ.